ഇന്നൊരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പുഡിങ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതായിട്ടുള്ളൊരു പുഡിങ്ങാണ് ഈ ഒരു ഇളനീർ പുഡിങ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ പുഡിങ് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇളനീർ മുഴുവനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വെള്ളവും അതുപോലെ തന്നെ കാമ്പും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ വെള്ളം മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഇളനീരിൻ്റെ കാമ്പ് നമുക്ക് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഇളയ ഇളനീനാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് 2 ഇളനീനൊക്കെ വേണ്ടി വരും. ഇത് കുറച്ച് മൂത്തൊരു ഇളനീനായതുകൊണ്ട് തന്നെ ഒരുപാടധികം എനിക്ക് ഈ പഴുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം കുറവും പഴുപ്പ് കൂടുതലായിട്ടാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ പഴുപ്പ് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈ ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പിൽ വെക്കുക. അടുപ്പ് ചെറുതാക്കിയിട്ടിട്ട് വെക്കുക, സ്ലോയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെ ഒരു ചെറിയ മധുരം കാണും. അതുകൂടാതെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ തണുപ്പിക്കുന്നൊക്കെ സമയത്ത് മധുരം കുറവ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ചൈന ഗ്രാസ്, ഈ ഒരു ചൈന ഗ്രാസ് ആണ്. ഇത് ഒരു 250 ഗ്രാമാണ് വരുന്നത് ഒരു പാക്ക് ചൈന ഗ്രാസ്. ഒരു ഇളനീരിൻ്റെ പുഡിങ്ങിലേക്ക് 250 ഗ്രാം ചൈന ഗ്രാസ് മതിയാകും. അപ്പോൾ ഞാനിതിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഇളനീരിൻ്റെ വെള്ളത്തിലേക്ക് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് നല്ലപോലെ ഒന്ന് ലയിക്കുന്ന വരെ കുറച്ച് ഫ്ലെയിം ചെറുതാക്കിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു 250 ഗ്രാം ചൈന ഗ്രാസ് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത് നല്ലപോലെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാലാണ് തിളപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാരയൊക്കെ ആ ഇളനീരിൻ്റെ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ചൈന ഗ്രാസ് നല്ല പോലെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചൈന ഗ്രാസ് നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ കിട്ടണം എന്നുള്ളവരുണ്ടാകും പുഡിങ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതെല്ലാം നല്ലപോലെ മെൽറ്റായതിന് ശേഷം മതി ചൈന ഗ്രാസ് ഒഴിച്ചാൽ മതി എന്നുള്ളവർക്ക് നല്ലപോലെ മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും സമയം എടുക്കും. അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് നല്ലപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇളനീരിൻ്റെ വെള്ളത്തിലേക്ക് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒഴിക്കരുത്, കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗം മാത്രം ഇതിലേക്ക് ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചൈന ഗ്രാസും അതുപോലെ തന്നെ ഇളനീരിൻ്റെ ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ രണ്ടും ഒരേ ചൂടിലാവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുഴുവനായിട്ട് തണുക്കാൻ വെക്കുന്ന ടൈമിൽ നമ്മൾ ആ പാത്രത്തിൽ തന്നെ നമുക്കത് സെറ്റാവും. അപ്പം ഞാൻ മുഴുവനായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു പാക്ക് പാല് ഒഴിക്കുകയാണ്. എന്നിട്ട് അത് അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം. ആദ്യം തന്നെ നമ്മൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇളനീരിൻ്റെ പഴുപ്പുണ്ടല്ലോ, അത് നമുക്ക് മിക്സ് ചെയ്തിട്ട്
കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. കട്ട കുത്താതെ നല്ല പോലെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒന്നായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട കുത്തും. അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവർക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം. മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ഇല്ലാതെ പഞ്ചസാര വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇളനീരിൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് കട്ട കുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇളനീരിൻ്റെ പഴുപ്പൊക്കെ നല്ല പോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് മധുരം കുറച്ചുകൂടി കുറയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നേക്കാൾ. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചൈന ഗ്രാസിൻ്റെ മിശ്രിതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ ചൂടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ഒരേ ചൂടിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ചൈന ഗ്രാസും അതുപോലെ തന്നെ ഇളനീരിൻ്റെ പഴുപ്പ് പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായി വരുന്നത് വരെ ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് സമയം കൈയെടുക്കാതെ നല്ല പോലെ മിക്സാക്കി എടുക്കുക. നമ്മളിതിൽ പാല് ചേർത്തതുകൊണ്ട് തന്നെ ഇത് പതിഞ്ഞ് പുറത്തേക്ക് ചിന്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കൈയെടുക്കാതെ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. കൂട്ടിയും കുറച്ചൊക്കെ നോക്കിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ആവാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് വെക്കാം, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് ചെയ്തെടുത്ത പുഡിങ് ഉണ്ടല്ലോ, അപ്പോൾ അതിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കത്തി കൊണ്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് ഒരു ബൗളാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ പുഡിങ് ഉണ്ടല്ലോ ഇളനീരിൻ്റെ വെള്ളം കൊണ്ട്, അത് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് പീസസ് ഞാൻ താഴെ ഭാഗത്തായിട്ട് ഇടുന്നത്. അതിന് മുകളിലായിട്ട് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് പീസും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെക്കാം. ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. പുറത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.